ജനുവരി 24 PCB ചെയർമാൻ മുഹ്സിൻ നഖ്വി ബംഗ്ലാദേശിന് ഐക്യദാർഢ്യവുമായി രംഗത്ത് വരുന്നു. പാകിസ്ഥാൻ T20 ലോകകപ്പിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യം പാക് ഭരണകൂടവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് അറിയിക്കുന്നു. ജനുവരി 26 പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി നഖ്വി ചർച്ച നടത്തി. ബോർഡിന്റെ തീരുമാനം ഉടൻ അറിയിക്കുമെന്ന് നഖ്വിയുടെ പ്രതികരണം. അന്ന് നഖ്വി എക്സിൽ കുറിച്ച പോസ്റ്റിൽ പാക് പ്രധാനമന്ത്രിയുടെ പേര് മാറ്റി കരുതി ട്രോളുകൾ ഏറെ ഏറ്റുവാങ്ങി. ഫെബ്രുവരി 1 ലോകകപ്പിൽ ഇന്ത്യയുമായുള്ള ഗ്രൂപ്പ് മത്സരം ബഹിഷ്കരിക്കാൻ പാകിസ്ഥാന്റെ തീരുമാനം. ഫെബ്രുവരി 2 തീരുമാനം ഞങ്ങളുടേതല്ലെന്നും ഞങ്ങൾക്കൊന്നും ഇതിൽ ചെയ്യാൻ കഴിയില്ലെന്നും പാക് നായകൻ സൽമാൻ ആഗയുടെ പ്രതികരണം. 2010 ശേഷം ഇതാദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരു ICC ഇവന്റിൽ ഗ്രൂപ്പ് റൗണ്ടിൽ ഏറ്റുമുട്ടാതെ പോകുന്നത്. പാകിസ്ഥാന്റെ തീരുമാനത്തിന് പിറകെ 3 മണിക്കൂറിനുള്ളിൽ ICCയുടെ ഔദ്യോഗിക പ്രതികരണമെത്തി. ഗ്ലോബൽ ക്രിക്കറ്റ് എക്കോസിസ്റ്റത്തെ തന്നെ ബാധിക്കുന്ന തീരുമാനമാണിതെന്നും PCB തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ICC പറഞ്ഞു. ഇതുമൂലമുണ്ടാകുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെ കരുതിയിരിക്കാനും ICC മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. T20 ലോകകപ്പ് വിജയകരമായി പൂർത്തിയാക്കണമെന്നാണ് ICC ആഗ്രഹിക്കുന്നത്. അത് PCB ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളുടെയും ഉത്തരവാദിത്തം കൂടിയാണ്. എല്ലാവരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പരസ്പര സ്വീകാര്യമായ ഒരു തീരുമാനത്തിലേക്ക് പാക് ക്രിക്കറ്റ് ബോർഡ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു, ICC ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയുമായുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ കടുത്ത അച്ചടക്ക നടപടികളാണ് ICC സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ലോകകപ്പിൽ നിന്ന് പാകിസ്ഥാനെ പൂർണ്ണമായി വിലക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് ICCയുടെ പരിഗണനയുള്ളത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് സാമ്പത്തികമായി വലിയ തിരിച്ചടികൾ ഉണ്ടാകും. ICCയിൽ നിന്ന് ലഭിക്കേണ്ട വാർഷിക വരുമാനമായ $34.5 ദശലക്ഷം, ഏതാണ്ട് 316 കോടിയോളം രൂപ തടഞ്ഞു വച്ചേക്കും. കൂടാതെ ഇന്ത്യ പാക് മത്സരം ഉപേക്ഷിച്ചാൽ സംപ്രേഷണാവകാശമുള്ള ജിയോസ്റ്റാർ കമ്പനിക്ക് ഉണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം PCB നൽകേണ്ടി വരും. ഏകദേശം 200 കോടി രൂപയുടെ പരസ്യ നഷ്ടം ഈ ഒരൊറ്റ മത്സരം വഴി ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും പുറമെ നമീബിയ, നെതർലൻഡ്സ്, USA ടീമുകളാണ് ഗ്രൂപ്പ് എയിലുള്ളത്. ഫെബ്രുവരി 7 നെതർലൻഡ്സിനെതിരെയാണ് പാകിസ്ഥാന്റെ ആദ്യ മത്സരം. ഫെബ്രുവരി 10 USAക്കെതിരെ. ഫെബ്രുവരി 18 നമീബിയക്കെതിരായ മത്സരം. ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കുന്നതോടെ 2 പോയിന്റ് പാകിസ്ഥാൻ നഷ്ടമാകും. റൺ റേറ്റിനെയും ഇത് ബാധിക്കും. പാകിസ്ഥാന്റെ ബഹിഷ്കരണ നടപടിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്.